നമ്മൾ കൊല്ലത്തേക്കാണ് പോകുന്നത്. അവിടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനവുമായി MVD റോഡിലിറങ്ങിയ സംഭവത്തിൽ വിശദീകരണം തേടി എൻഫോഴ്സ്മെന്റ് RTO. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അനിലിനോടാണ് വിശദീകരണം തേടിയത്. 7 ദിവസത്തിനുള്ളിൽ മറുപടി എഴുതി നൽകണം എന്നാണ് നിർദ്ദേശം. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനം തടഞ്ഞ യുവാവ് ഉദ്യോഗസ്ഥരോട് പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു, ചർച്ചയായിരുന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. സൂപ്പർ ദൃശ്യമാണ്. ഇങ്ങനെ പൊല്യൂഷൻ ഇല്ലല്ലോ, അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? സാർ ഇതിനെ വണ്ടിക്ക് അടിക്ക്, നമുക്ക് എല്ലാവർക്കും 10,000-20,000 രൂപ വ്യക്തി നടക്കുക. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. നമുക്കുള്ള കാര്യമല്ല പറയാൻ സാർ, ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടി അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? ഇപ്പൊ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത്. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നത്, എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങൾ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5,000 രൂപ വിനയാൻ അടിച്ചത്. 5,000 രൂപ വലിയ അടിയായി ഇവര് ജീവിതത്തിൽ വിചാരിച്ചു കാണത്തൊരു അടിച്ചാ ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി. എടുക്കുമ്പോ തനിയെ മാറിക്കോളും. ഇയാളെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. എന്തായാലും നല്ല ചെയ്തായി പോയി. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലേ, കാരണം ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നോ പറഞ്ഞിട്ട് നാട്ടുകാർക്ക് മൊത്തം പൈസ അടിച്ചു കൊടുത്താൽ അയാൾ കറക്റ്റ് ആയിരിക്കണ്ടേ? പക്ഷേ സാധാരണ ഈ ഇങ്ങനെ ചോദ്യം ചെയ്താൽ, നാട്ടുകാർ ചോദ്യം ചെയ്താലേ അവരെ വരട്ടുക, ബഹളം വെക്കുക, മാന്യമായ വിഷയം കൈകാര്യം ചെയ്തു. ഇന്നലെ വായിക്കുമ്പോൾ എന്തോ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ വളരെ മര്യാദക്കാരൻ ഉദ്യോഗസ്ഥനാണ്. അല്ല, അതേ പറഞ്ഞല്ലോ ഞങ്ങളുടെ സാധാരണ ഇത് ചോദ്യത്തിന്റെ പേരിൽ നമ്മളോട് തട്ടിക്കേറിയില്ല. അതും സൂപ്പർ. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അജീഷ്, പറയൂ വിവരങ്ങൾ. SK എന്തായാലും ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ സാധാരണ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഒക്കെ നാട്ടുകാർക്കാണ് ഈ നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നത്. പക്ഷേ കൗതുകകരമായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം ഓയൂരിൽ നടന്നത്. അന്ന് ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനത്തിനാണ് പിഴ ഒടുക്കാൻ നിർബന്ധിച്ചത്. അന്ന് 2,000 രൂപയായിരുന്നു പിഴ ഒടുക്കിയത്. പിന്നെ ഈ ഉദ്യോഗസ്ഥൻ പിന്നീട് അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തില്ല. അതിൻ്റെ അവസാനമെന്ന് പറയുമ്പോൾ അവർക്ക് പിഴ ഒടുക്കേണ്ടി വരില്ല, പിന്നീട് ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. എന്തായാലും ഇപ്പോൾ ഇതിലൊരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO ആണ്. അതായത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നിട്ടുള്ള ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാധാരണ ഈ മോട്ടോർ വാഹന വകുപ്പിന് കേരളത്തിൽ മൊത്തമായി ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ 305 വാഹനങ്ങളാണുള്ളത്. അതിൽ 228 നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ്. ഇത്തരം വാഹനങ്ങളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അതാത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ്. അദ്ദേഹമാണ് ഈ വാഹനത്തിന് ഈ ഇൻഷുറൻസും പൊല്യൂഷനും അതേപോലെ തന്നെ എന്തെല്ലാമോ വേണ്ടത് അതെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇതിനായി തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പ്രൊജക്ട് വിങ് തന്നെയുണ്ട്. അവർക്ക് എല്ലാ മാസം 5-ാം തീയതി ഇക്കാര്യങ്ങൾ വാഹനങ്ങളിലെല്ലാം കൃത്യമാണോ എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തിയോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോട് ഇപ്പോൾ RTO എൻഫോഴ്സ്മെന്റ് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ചയ്ക്കകം എഴുതി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് അനിൽകുമാറാണെന്ന്. ഈ കേസിൽ ഈ ഒരു സംഭവത്തിൽ അദ്ദേഹം വളരെ മാന്യമായി ഇടപെട്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനോട് തട്ടിക്കയറുകയോ അല്ലെങ്കിൽ കയർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം മാന്യമായി പിഴ ഒരു ഒടുക്കിയതായിട്ട് കാണിച്ചു, അതായത് പിഴ ഇട്ടതായി കാണിച്ചു. പക്ഷേ പിന്നീട് അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതായത് അവസാനം ഈ പിഴ ഒടുക്കേണ്ടി വരുന്നില്ല. എന്തായാലും വളരെ ഒരു പൊതുജനങ്ങൾക്കൊരു അറിവ് നൽകുന്ന ഒരു കാര്യമാണ് ഈ ചെറുപ്പക്കാരൻ എന്തായാലും ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ നമുക്ക് പൊല്യൂഷൻ ഇല്ലാത്തതിന്റെ പേര് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേര് നമുക്ക് പെറ്റി അടിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോയി പുക സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെറ്റി അടക്കേണ്ട, അത് മാർക്ക് കിട്ടും. അഥവാ പെറ്റി അടച്ചെങ്കിൽ പെറ്റി അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് റീഫണ്ട് ചെയ്യും.